ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാസ് യൂട്യൂബ്സ്. അപ്പോൾ നമ്മുടെ കേറ്ററ്റിൻ്റെ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾ നമുക്ക് നോക്കാം. അപ്പോൾ ഓരോരോ ജില്ലകളിൽ എപ്പോഴൊക്കെയാണ് വെരിഫിക്കേഷൻ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൻ്റെ പരിധിയിൽ കേറ്ററ്റ് പരീക്ഷ എഴുതി വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന എന്ന് പറയുന്നത് കാറ്റഗറി 1കാർക്ക് 14-ാം തീയതി, കാറ്റഗറി 2 15, കാറ്റഗറി 3 16-ാം തീയതിയാണ്, കാറ്റഗറി 4 17. അപ്പോൾ ഈ 4 ഡേറ്റും ശ്രദ്ധിക്കുക. 14, 15, 16, 17 എന്നീ തീയതികളായിരിക്കും. ഇനി ഇൻ കേസ് ഈ ഒരു ഡേറ്റ്സിൽ നിങ്ങൾക്ക് വെരിഫിക്കേഷന് പോകാൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് പറയുന്ന മറ്റു ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നോക്കൂ, ഈ പറഞ്ഞ ഡേറ്റുകളിൽ പങ്കെടുക്കാൻ കഴിയാത്തവർ എന്ത് ചെയ്യണം? 23-നും 24-നും എന്നീ ഡേറ്റിൽ നിങ്ങൾക്ക് വെരിഫിക്കേഷന് വേണ്ടി ഹാജരാകാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ്, കൊട്ടാരം റോഡ്, നടക്കാവ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 14, 15, 16, 17 ഇൻ കേസ് ഈ ഒരു 4 ദിവസങ്ങൾ പോകാൻ സാധിച്ചില്ലെങ്കിൽ 23, 24 എന്നീ തീയതികളിൽ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ നടത്താവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം എന്തെല്ലാം രേഖകൾ നമ്മൾ കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഹോൾ ടിക്കറ്റിൻ്റെ ഒറിജിനൽ കോപ്പിയും ദെൻ കേറ്ററ്റിൻ്റെ റിസൾട്ടിൻ്റെ കോപ്പി, ദെൻ നമ്മുടെ SSLCയുടെയും നമ്മുടെ ഡിഗ്രിയുടെയും BEdൻ്റെയും TTC എന്തെല്ലാം ഉണ്ടോ എല്ലാത്തിൻ്റെയും ഒറിജിനലും നമ്മുടെ കോപ്പി നിങ്ങൾക്ക് കൊണ്ടുപോകണം. ദെൻ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ബാധകമായവർക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ കോപ്പിയും കൊണ്ടുപോകേണ്ടതാണ്. ദെൻ കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചവർക്ക് മാത്രം എന്തുകൊണ്ട് വേണം? ഇക്വാലൻസി സർട്ടിഫിക്കറ്റും കരുതേണ്ടതാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നോക്കാം. വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയുടെ പരിധിയിൽപ്പെട്ടവർക്കാണ് കേട്ടോ. ദെൻ കാറ്റഗറി 1ഉം 2ഉം 21-ാം തീയതിയാണ്, കാറ്റഗറി 3ഉം 4ഉം 22-ാം തീയതിയാണ് കേട്ടോ. കാറ്റഗറി 1ഉം 2ഉം 21ഉം, കാറ്റഗറി 3ഉം 4ഉം 22-ാം തീയതിയാണ്. അപ്പോൾ നോക്കുക, BEd, DEled, TTC പഠിച്ച് കൊണ്ടിരിക്കെ കേറ്ററ്റ് പരീക്ഷ എഴുതിയവർ കേറ്ററ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന അവസരത്തിൽ അവർ 2ാം വർഷ വിദ്യാർത്ഥി ആയിരിക്കുന്നുവെന്ന സ്ഥാപന മേലധികാരി സാക്ഷ്യപത്രവും കൂടി പരിശോധനയ്ക്ക് ഹാജരാക്കേണ്ടതാണെന്നൊരു കാര്യം പറയുന്നുണ്ട്. ദെൻ ഡിഗ്രി, BEd, DEled, TTC എന്ന് പഠിക്കുന്നവർ അവരുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷം വെരിഫിക്കേഷന് ഹാജരായാൽ മതി. ഓക്കെ ആണല്ലോ. ഇനി കാസർഗോഡ് നോക്കാം. കാസർഗോഡ് ആണെങ്കിൽ ഡേറ്റ് വന്നേക്കുന്നത് 15ഉം 16ഉം ആണ് കേട്ടോ. അപ്പോൾ കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ചിട്ടാണ്. ദെൻ 15ഉം 16ഉം ആണ് ഡേറ്റ്. 10-3 കാറ്റഗറി 1ഉം 2ഉം 15-ാം തീയതി, 16-ാം തീയതി 10-3 3ഉം 4ഉം ആണ്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, മുൻപ് നമ്മൾ കേറ്ററ്റ് എഴുതി മുൻവർഷങ്ങളിൽ കേറ്ററ്റ് പരീക്ഷ എഴുതി വിജയിച്ച് സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തീകരിക്കാത്തവരും ഈ പറഞ്ഞ ദിവസങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? സർട്ടിഫിക്കറ്റ് പരിശോധന ഹാജരാകാവുന്നതാണ് എന്നും കൂടി പറയുന്നുണ്ട്. അപ്പം മുമ്പ് നമ്മൾ കേറ്ററ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ വെരിഫിക്കേഷന് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും? വെരിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കും. പറഞ്ഞ പോലെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾ കൊണ്ടുപോയാൽ മതി കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, കാസർഗോഡ് ആണെങ്കിൽ 15ഉം 16 എന്നീ ഡേറ്റ് ആണ്. ദെൻ ആലപ്പുഴ ജില്ലയാണെങ്കിൽ നോക്കാം, മെയ് 15, 16 ആണ് കേട്ടോ. അതും മെയ് 15, 16 തീയതികളിൽ രാവിലെ 10:30 മുതൽ വൈകിട്ട് 4:30 വരെ ആലപ്പുഴ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തുന്നത്. ശ്രദ്ധിക്കുക, ആലപ്പുഴയിലാണെങ്കിൽ നോക്കുക, ആലപ്പുഴ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൻ്റെ പരിധിയിൽ ആണെങ്കിൽ ശ്രദ്ധിക്കുക, മെയ് 15, 16 തീയതികളിലായിട്ട് രാവിലെ 10:30 മുതൽ 4:30 വരെയാണ്. എവിടെ വെച്ചിട്ടാണ്? ആലപ്പുഴ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. തീയതികൾക്ക് ശേഷം ഓൺലൈൻ വെരിഫിക്കേഷൻ സൈറ്റ് എന്തെയും ക്ലോസ് ചെയ്യുന്നതാണ്. സോ വിജയികൾ അവരുടെ ഒറിജിനൽ ഹോൾ ടിക്കറ്റ് മറ്റു രേഖകളുമായിട്ട് ആ ടൈം തന്നെ ഹാജരാവാൻ പ്രത്യേകം പറയുന്നുണ്ട്. നോക്കൂ, മാർക്ക് ആനുകൂല്യം ലഭിച്ചവർ ബന്ധപ്പെട്ട രേഖകളുടെ അസലും പകർപ്പും നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ് എന്നുള്ള കാര്യം കൂടി പോയിന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ദെൻ ആലപ്പുഴക്കാർ ശ്രദ്ധിക്കുക, ഡേറ്റുകൾ ശ്രദ്ധിക്കുക, മെയ് 15ഉം 16ഉം. ദെൻ അടുത്ത് നോക്കാം, കടുത്തുരുത്തിയാണ് വരുന്നത്. നവംബറിലെ വിജ്ഞാപന പ്രകാരം നടന്ന കേറ്ററ്റ് പരീക്ഷ വിജയിച്ച് നോക്കൂ, കടുത്തുരുത്തി വിദ്യാഭ്യാസ ജില്ലയിലെ ഉദ്യോഗാർത്ഥികളുടെ അസൽ സർട്ടിഫിക്കറ്റ് പരിശോധന 13, 14 തീയതികളാണ്. അപ്പോൾ അത് കടുത്തുരുത്തി വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിൽ വെച്ചിട്ടാണ് രാവിലെ 10 മുതലാണ് പരിശോധന സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക, 13, 14 എന്നീ ഡേറ്റ്സ് ആണ്. ഇനി അടുത്ത് കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൻ്റെ പരിധിയിൽ സ്കൂളുകളിൽ നടന്ന കേറ്ററ്റ് പരീക്ഷയിൽ വിജയിച്ചവരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പരിശോധന കണ്ണൂർ GVHS സ്പോർട്സ് സ്കൂളിലാണ് നടക്കുന്നത്. ശ്രദ്ധിക്കുക, സ്ഥലം നിന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതിന് കാറ്റഗറി 2, 3 വിഭാഗങ്ങൾക്ക് 13, 14, 15 തീയതികളും, കാറ്റഗറി 1, 4 വിഭാഗങ്ങൾക്ക് 22ഉം 23ഉം ഡേറ്റുകളിലായിരിക്കും രാവിലെ 10 മുതൽ 3 വരെയായിരിക്കും പരിശോധന നടക്കുന്നത് കേട്ടോ. അപ്പോൾ വെരിഫിക്കേഷൻ ഡേറ്റ് കണ്ണൂരുകാരെ ശ്രദ്ധിക്കുക, 13, 14, 15 കാറ്റഗറി 1ഉം 4ഉം ആണ്. ദെൻ കാറ്റഗറി 2ഉം 3ഉം കേട്ടോ. 2, 3, 13, 14, 15 ഡേറ്റിലും, അതുപോലെ തന്നെ കാറ്റഗറി
1ഉം 4ഉം കാറ്റഗറി 1ഉം 4ഉം 22ഉം 23ഉം എന്നീ ഡേറ്റുകളാണ്. ഡേറ്റുകൾ മാറിപ്പോയത് പ്രത്യേകം ശ്രദ്ധിക്കുക. കേട്ടിട്ട് എക്സാം വെരിഫിക്കേഷന് പോകുന്ന പ്രത്യേകം ഡേറ്റുകൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി വരുന്ന അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കീപ്പ് വാച്ചിങ്. താങ്ക്